ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോന്നിയിൽ നിന്നും കൊക്കോത്തോട്ടിലേക്കുള്ളൊരു യാത്രയാണ്. കോന്നി ടൗണിൽ നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉള്ളിലേക്ക് കാട് വഴി സഞ്ചരിച്ചാണ് നമ്മൾ കൊക്കോത്തോട്ടിലേക്ക് യാത്രയാവുന്നത്. കോന്നിയിൽ നിന്നും കൊക്കോത്തോട് റൂട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ് ഞാവലാർ ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കയറി ഇറങ്ങി കാടിനുള്ളിലൂടെ യാത്ര തുടങ്ങി കേട്ടോ. പക്ഷെ കാടിനുള്ളിലേക്ക് കയറിയപ്പം നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ 2 ദിവസം നല്ല മഴയായിരുന്നേ. നമ്മൾ 2 സൈഡിലും നോക്കുമ്പോഴത്തേക്ക് തന്നെ ഈ മരങ്ങളിങ്ങനെ തിങ്ങി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കാണുന്നത് കല്ലേലി ശിവക്ഷേത്രം. നല്ല ഭംഗിയാണ് കേട്ടോ ഈ കാടിനുള്ളിൽ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കാണാൻ. ഈ പോകുന്ന വഴിയിലൊക്കെ ഒത്തിരി മൃഗങ്ങളെ കാണാൻ സാധിക്കുന്ന കേട്ടോ. പക്ഷെ നമ്മുടെ ഭാഗ്യക്കേടുകൊണ്ട് നമ്മളൊന്നിനെയും കണ്ടില്ല. പക്ഷെങ്കിൽ ഈ പോകുന്ന വഴിക്ക് ആനത്താരയുണ്ട് കേട്ടോ. കാരണം ഈ കാടിനുള്ളിൽ കൂടിയാണ് അച്ചൻകോവിലാർ ഒഴുകുന്നത്. അതിലേക്ക് വെള്ളം കുടിക്കാൻ വരുന്ന ആനത്താരയാണ് നമ്മളാ കാണേണ്ടത്. അങ്ങനെ നമ്മൾ കുറേ മുന്നോട്ട് യാത്ര ചെയ്ത് വന്നപ്പം കാണുന്ന ഒരു കാഴ്ചയാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ അമ്പലം. ഈ അമ്പലത്തിൻ്റെ ഒത്തിരി പ്രത്യേകതയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുന്നോട്ട് വന്നപ്പം ഇവിടെ കുറേ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. അവരവരുടെ പിള്ളേരുമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളവരെ ശല്യപ്പെടുത്താൻ പോയില്ല. നമ്മളങ്ങനെ അങ്ങ് യാത്ര തുടങ്ങി കേട്ടോ. പിന്നെ ഈ വനത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം ഇതാണ് കേരളത്തിലെ ഏക റിസർവ് ഫോറസ്റ്റ്. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ജംഗ്ഷനല്ല, ഈ ഒരു സ്ഥലം, ഇവിടെയാണ് മാളികപ്പുറം സിനിമ ഷൂട്ട് ചെയ്തത്. ഇവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് പോകുന്ന വഴിയാണ് മാളികപ്പുറത്തിൻ്റെ ബസ് പോകുന്നത്. കാരണം ആ വഴി പോയാൽ നമ്മുടെ ശബരിമലയ്ക്ക് ചെന്ന് ചാടാൻ കിട്ടും. പിന്നെ ഇതാണ് നമ്മുടെ അച്ചൻകോവിലാർ പാലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഈ സമയം നല്ല മഴയൊക്കെ ആയതുകൊണ്ട്, കാരണം ആറ്റിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. കാരണം ഈ വെള്ളം കുടിക്കാനൊക്കെയാണ് ഇവിടെ വന്യജീവികളൊക്കെ ഇറങ്ങി വരുന്നത്. കാരണം ഇപ്പം വെള്ളം കൂടുതലായതുകൊണ്ട് നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം മൃഗങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളൊന്നിനും കാണാൻ സാധിക്കുന്നില്ല. കുറേ നമ്മളങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് വന്നപ്പം ചെറിയൊരു പണി കിട്ടിയതുപോലെ. കാരണം മഴക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് ഇരുണ്ട് കയറി വരുന്നുണ്ട്. പിന്നെ ഞങ്ങളത് കാര്യമാക്കാതെ ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. പിന്നെ ഈ കാണുന്ന പാറ, അത് നമ്മൾ ആ വളവ് തിരിഞ്ഞിറങ്ങി വരുമ്പം ആ ഒരു വ്യൂ പോയിൻ്റ്, അത് കാണാൻ നല്ല രസം കേട്ടോ. ഇതൊന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്.
നമ്മളങ്ങനെ യാത്ര ചെയ്ത് വന്ന വഴിക്ക് നമുക്കാകെപ്പാടെ കാണാൻ കിട്ടിയത് കുരങ്ങന്മാരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വേറെ മൃഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. നമ്മളീ കാണാൻ പോകുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടത്തിലേക്ക് കേട്ടോ. ഈ റോഡ് വഴി ഇറങ്ങുന്നത് ഇച്ചിരി റിസ്ക്കാണ്, കാരണം ഇത് കുത്തനെ ഒരു ഇറക്കും കേട്ടോ. ഈ മഴയൊക്കെ പെയ്യുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയെ തന്നെ ചെറിയ ഉറവകളൊക്കെ ഒഴുകി ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഈ ഉറവ ഒഴുകി പാറയിലൊക്കെ നടന്നു പോകുന്നിടത്ത് കുറേ പാറകളൊക്കെ ഉണ്ട്. കാരണം ആ പാറയിലൊക്കെ പായൽ പിടിച്ച് കിടക്കുന്ന കാരണം നമ്മൾ തെറ്റി വീഴാൻ നല്ല സാധ്യതയാണ്. ആ ആകാശം കണ്ടോ, ഈ കാടിനുള്ളിൽ ആ വ്യൂ അടിപൊളിയല്ലേ. ഇതുപോലാണ് പല സ്ഥലങ്ങളും ഇവിടെ കാണേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മൾ ഇറങ്ങി പോകുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ താഴെ ചെല്ലുന്നത് എങ്ങനെയാണെന്ന് പോലും നമുക്കറിയാൻ മേല. അതുപോലെ സ്ഥിതിയാണ്. കാരണം തെന്നിക്കിടക്കുന്ന കാരണം ഉറപ്പായിട്ടും വീഴാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ചിറങ്ങി പോയില്ലെങ്കിൽ ഇച്ചിരി പാട്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം. ഇത് നല്ല വെള്ളമാണ് കേട്ടോ, കുട്ടിക്കാൻ പറ്റിയ വെള്ളമാണ്. കാരണം അങ്ങ് മേളിൽ നിന്ന് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള ജലം കേട്ടോ. ഇതാണ് തേക്കുംകാട് എന്നറിയപ്പെടുന്ന സ്ഥലം. ഇവിടെ നിന്നൊരു വീഡിയോ എടുത്തപ്പോഴാണ് ദാണ്ട് വരുന്നത് നമ്മുടെ ആനവണ്ടി KSRTC. നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ കാട്ടാത്തിപ്പാറ. ഈ കാട്ടാത്തിപ്പാറയ്ക്ക് പിന്നിലൊരു കഥയുണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഈ പാറയെ സംബന്ധിച്ച് ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.